അവൻ കലക്കാൻ പോണ കലക്ക് കണ്ടോ. വെൽക്കം ബാക്ക് ടു GSM. അപ്പോൾ ജുറാസിക് ക്രാഷുമായി പിന്നെയും വീണ്ടും വന്നിരിക്കുകയാണ്. ടീറക്സ് എന്നൊരു വജ്രായുധത്തെ അറിയാത്ത ആൾക്കാരായാലും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇന്ന് അതായിട്ടാണ് കളിക്കാൻ പോകുന്നത്. അതായത് ഇവിടുത്തെ രാജാവ് ഇന്ന് ഇവനാണ്. രാജാവ് ആ ഏതാ നമുക്കെന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. വെറുതെ ഇവിടെ നിന്ന് വാചകം അടിച്ചിട്ട് എന്താക്കാനാ അല്ലേ? പോയി നോക്കാം എന്താ നടക്കുക ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ. സോ ഇന്നത്തെ ലക്ഷ്യം, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടീറക്സിനെ കർണോടോറക്സുമായി വന്ന് തട്ടിയിരുന്നു. അപ്പോൾ ഇന്ന് അതിനൊരു പകരം വീട്ടാനാണ് എൻ്റെ ഒരു തീരുമാനം. പിന്നെ അലോസോറസാടെ ഉണ്ട്. മൂപ്പരായിട്ട് എനിക്ക് യുദ്ധം എടുക്കാൻ ഇപ്പം വലിയ താല്പര്യമൊന്നുമില്ല, എന്നാലും ഒന്ന് എടുത്തേക്കാം. എന്തായാലും എടുക്കണമല്ലോ. അതിൻ്റെ മുന്നേ ഞാൻ ഫുഡൊന്നും അടിക്കട്ടെ. ഓ ഏതാ വലുപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടാലേ മനസ്സിലാവുള്ളൂ ഏകദേശം എത്ര വലുപ്പം ഉണ്ടെന്ന്. സാധാരണ കാണുന്നതിന് ടീറക്സിൻ്റെ വലുപ്പം നമുക്ക് തിരിയില്ല. ഇവനുമായിട്ട് നമ്മളൊരു ഫൈറ്റ് എടുക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഫൈറ്റ് ഞാൻ എന്തായാലും എടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫൈറ്റ് എന്നാലേ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. അലോസോറസുമായുള്ള ഫൈറ്റ് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. കണ്ട് അടിപൊളി ഫൈറ്റാണ് ഇവിടെ നടക്കുന്നത്. ഓ പിടിച്ച് ഇല്ല, ഓന് വായിലിട്ട് കിട്ടുന്നില്ലല്ലോ ചങ്ങായിനാ. ഇവനുണ്ടാ പേടിച്ച് മാറി കളിക്കുന്നത്. വാട ധൈര്യൻ്റെ വാട, കാട്ടിലെ രാജാവ് ഓനെ ടീറക്സ് നാണം കെടുത്തല്ലേ, പിടിക്കുക ഓനെ പിടി. അതാണ് കടിച്ചിട്ട് അവസാനം ഒറ്റക്കടി, ഒരു കടിയും കൂടെ, ഒരു കടിയും കൂടെ, ഒറ്റക്കടി കടിച്ചോ. ഓ അങ്ങനെ അവനെ നമ്മൾ എന്താ പറയണ്ടേ, കൊന്നിട്ട് അത്ര ഉള്ളു. നമുക്കിതിനൊന്നും ഒരു വിഷയമേ അല്ല. പക്ഷെ കർണോടോറസ് ഇതിനെക്കാട്ടി സ്പീഡിൽ കൊല്ലുന്നുണ്ട്. ടീറക്സിനെ കാട്ടി ഭയങ്കര അതിൻ്റെ കൊമ്പിൻ്റെ പവറാന്ന് തോന്നുന്നു. എന്നാലും എനിക്കിഷ്ടം ജുറാസിക് പാർക്കിൽ എല്ലാത്തിലും സ്പൈനോസോറസിനേക്കാൾ കൂടുതൽ ഇഷ്ടം ടീറക്സ് ആണ്. ടീറക്സ് ഫാൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് സപ്പോർട്ട് ചെയ്യുക. അല്ലാത്തവരും അങ്ങനെ വലിയ പ്രത്യേകതയൊന്നുമില്ല. എല്ലാവരും വന്ന് ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്ര തന്നെ. നമ്മളെന്തായാലും ഫുഡ് അടിച്ചിട്ട് വേണം, പണിയുണ്ട്. ഇന്നെന്തായാലും ഒരു കർണോടോറസിനെയും കൂടെ തട്ടാൻ പ്ലാൻ ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം അവൻ എന്നെ ഇട്ട് ഉരുട്ടിയത്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടീറക്സിൻ്റെ ഭാഗത്തല്ലായിരുന്നു, കർണോടോറസുമായി വന്നിട്ട് അലോസോറസിനെ തട്ടി. പിന്നെ വിചാരിച്ചു ടീറക്സിനെ തട്ടാൻ പറ്റുമായിരിക്കുമെന്ന്, പക്ഷേ അതിൽ തട്ടാൻ സാധിച്ചു. അതുകൊണ്ട് കർണോടോറസിനെ ഞാൻ തട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു, അതായത് ടീറക്സ്. ഈ ഫുഡ് അടി കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാൻ. ഇത് കണ്ടിക്കോ, വാലുമിലൊക്കെയുള്ള മുറിവല്ലോ. ദാ അത് ഭക്ഷണം കഴിക്കും തോറും മുറിവെല്ലാം മാറും. ഹെൽത്ത് ഇപ്പം നമുക്ക് നോക്കിയാൽ പകുതിയുള്ളൂ. വലിയ ചാകാനായെന്ന ലക്ഷണമായിരുന്നു. ബാ നമുക്കിത് മതി. നടക്കുന്ന നേരമുള്ള ഈ ഒച്ച നോക്ക്. ഇവിടെ ആരാ? ഫുഡ് എനിക്ക് ആവശ്യമില്ല. എനിക്കെന്തായാലും അപ്പം നമ്മളെന്തായാലും കർണോടോറസിനെ അന്വേഷിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതാണ്ട് ഇവിടെ എത്തണം. അപ്പം അതിനിയും കുറേ നടക്കാനുണ്ട്. ഇങ്ങനെ നടന്നാൽ അടുത്തൂല. വെള്ളം കുടിച്ചതിന് ശേഷം പെട്ടെന്ന് നടക്കേണ്ടി വരും. എന്തായാലും പെട്ടെന്ന് തന്നെ നടക്കുന്നേ പറ്റൂ. വെള്ളം ഒന്ന് വായിലാക്കട്ടെ. വെള്ളം കൂടിക്ക്. കർണോടോറസിൻ്റെ ടെറിട്ടറിയിൽ എത്തണം. എന്നിട്ട് അവനുമായി ഒരു ഫൈറ്റ് എടുത്ത് അവിടുത്തെ രാജാവായിട്ട് ഞാൻ വാഴും. അവന് കഴിഞ്ഞ പ്രാവശ്യം എന്നെ പിടിച്ച് തട്ടിയതാ, അതൊന്നും ഞാൻ മറക്കില്ല. ടീറക്സ് ഫാനായ എനിക്കതൊന്നും സഹിക്കാനും പറ്റൂല. അതുകൊണ്ട് ഞാൻ റിവെഞ്ച് എടുത്തിരിക്കും. ബാടാ പോയിട്ട് പണി നമുക്ക്. തന്നെ ബാക്കി വെക്കൂല ഞാൻ. കാരണമല്ല ആരായാലും അതാണ്. വാടാ മുട്ടാൻ ധൈര്യം ഉണ്ടെങ്കിൽ വാടാ, ഒന്ന് മുട്ടടാ, വാടാ ധൈര്യം ഉണ്ടെങ്കിൽ. നമുക്കുണ്ടാ പേടി. കർണോടോറസിൻ്റെ ടെറിട്ടറിയിലെത്തണമെങ്കിൽ ഈ വെള്ളത്തിലൂടെ തന്നെ തുഴഞ്ഞ് അപ്പുറത്തെത്തണം. അവിടെയാണ് കർണോടോറസിൻ്റെ ടെറിട്ടറി ഉള്ളത്. നമ്മളെന്തായാലും നീന്തിയെങ്കിൽ നീന്തി, നമുക്കുണ്ടാ പേടി.
നമുക്ക് അങ്ങനത്തെ വലിയ പേടിയൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ സുഖമായിട്ട് നീന്തി കടന്നു പോകും. ഇവിടെ എവിടെയോ ആണ് സ്പൈനോസോറസ് ഉള്ളത് എന്നാണ് എൻ്റെ ഒരു ബലമായ ഒരു ഓർമ്മ. ഇവിടെ അടുത്ത് എവിടെയോ സ്പൈനോസോറസിൻ്റെ ഏരിയ ആണ്. ടീറക്സ് ഇവിടെ ഭരിക്കാൻ വിരൽ കുറവ്, അതുകൊണ്ടാണ് ഇവിടെ കർണോട്ടോറസ് എന്ന മുഖ്യ എതിരാളി വെള്ളത്തിലതാ വാടാ. എനിക്ക് ആക്രമിക്കാൻ തന്നെ പേടിയൊന്നുമില്ല. എന്നാ പിന്നെ തുടങ്ങാനായോ? ഏറ്റുമുട്ടാൻ വരുന്നുണ്ട് തോന്നുന്നു അവൻ. ധൈര്യം ഉണ്ടെങ്കിൽ വാടാ. നീയും ഞാനും തമ്മിലൊരു യുദ്ധത്തിന് ഞാൻ റെഡിയായി നിൽക്കുക. വാടാ, വാ 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 ഏറ്റുമുട്ട് ഇടിക്കടവനെ. കടി. കർണോട്ടോറസ് അല്ല, എനിക്ക് നിന്നെയൊന്നും ഒരു പേടിയില്ല. കാണണോ? എന്താടാ കർണോട്ടോറസ് പോലെ കർണോട്ടോറസ് എൻ്റെ ഒരു ചവിട്ടിനില്ലാലോ നീ ഒന്നും. കഴിഞ്ഞ പ്രാവശ്യം കൊല്ലുന്നേരോ നീ വല്ല ഷോർക്കിനല്ലോ. എന്താടാ? വടാ കൊല്ല്. ഒരു കടിയും കൂടെ കൊടുത്തോ ചത്തോയെ. ഒരൊറ്റ കടി. പിടി ഓൻ്റെ കൊമ്പ് കണ്ടിക്കോ. ഓ, അത്ര ആളോ. നിന്നെയല്ല, എൻ്റെ അപ്പൂപ്പനെ വരെ ഞാൻ കൊല്ലും. നിനക്ക് എന്നെ അറിയില്ല മോനെ. ഇതെന്താ ഇങ്ങനെ? എന്തത്? കർണോട്ടോറസിന് ഞാനെല്ലാം കൂടി ഉരുട്ടി മന്തിയാക്കിയ കോയിന് നിർത്തി വെച്ചവരുണ്ടല്ലോ ഇത്. നമുക്കെന്തായാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഫുഡ് അടിച്ചാൽ മതി. അപ്പോൾ കർണോട്ടോറസിൻ്റെ ആധിപത്യത്തിലുള്ള സ്ഥലം നമ്മളാണ് ഇനി ഭരിക്കാൻ പോകുന്നത്. അവിടേക്ക് ഇനി ആര് കയറുന്നു? അവനെയൊക്കെ നമ്മൾ കൊന്നിരിക്കും. കഴിഞ്ഞോ? അപ്പം ആരെങ്കിലും ഉടനെ പിടിക്കണമല്ലോ. ഇവനെ വെള്ളത്തിലാണ് ഇവനുള്ളത്. ആടെ ഒരു മുതല പോലത്തെ ഒരു സാധനത്തെ കാണുന്നുണ്ട്. അതിനെ മിക്കവാറും ഞാൻ പിടിക്കാൻ നോക്കി വെച്ചതൊക്കെ. അതായത് കഴിഞ്ഞ ഡിലോഫ് സോർസ് സെറ്റാനായി ഏതോ ഒരു പ്രാവശ്യം ഞാൻ അവിടെ വന്നേരം അതെന്നെ പിടിച്ചിട്ടുണ്ട് എന്ന് എനിക്കൊരു ബലമായ സംശയമുണ്ട്. അപ്പോൾ അതുമായി ഞാനൊരു ഫൈറ്റ് എടുക്കാൻ തീരുമാനിച്ചിരുന്നു. കർണോട്ടോറസായിട്ട് ഞാനിങ്ങനെ അച്ചടി ഭാഷ പോലെ പറയുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതുകൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട, ഞാൻ ഇവനുമായിട്ടൊരു യുദ്ധം എടുക്കട്ടെ, എന്നിട്ട് ബാക്കി വർത്താനേ ഉള്ളൂ. നമ്മൾ ഇന്നെന്തായാലും രാജാവിനെ കൊണ്ടുപോകുന്നതുകൊണ്ട് ഫുൾ ഫൈറ്റാണ് പ്രധാനപ്പെട്ടത്. ഫുൾ ഫൈറ്റാണല്ലോ. ഫൈറ്റ് കാണാൻ നിങ്ങൾക്ക് അത് മാത്രമേ ഉള്ളൂ, ഫൈറ്റ്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഫുള്ള് ഫൈറ്റ്, അടിയോടടി. ഒരുത്തനും ഇവിടെ വേണ്ട, ഞാൻ മതി, അത്ര ഉള്ളൂ. നമുക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. കാർണോട്ടോറസോ ഏത് ടാറസ് ആയാലും കുഴപ്പമില്ല. നേരിട്ടവനെയൊക്കെ വെട്ടി കൊല്ലണം. എൻ്റെ ടെറിട്ടറിയിൽ എനിക്ക് കയറിയാൽ ഞാൻ വെച്ചേക്കൂല. ഇതിനി മുതൽ ഈ ഒരു മാപ്പില്ലേ, ഇതാ നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്ന ഈ മാപ്പ്, ഈ ഒരു ഭൂഖണ്ഡം മൊത്തം ഞാൻ ഭരിക്കും. ഞാൻ വീഡിയോ അവസാനിപ്പിക്കുന്നവരെ. അത് കഴിഞ്ഞ് ആരെങ്കിലും ഭരിച്ചോട്ടെ അല്ലേ. വലിയ കാര്യമൊന്നുമില്ല. എന്തായാലും നമ്മളിതിൻ്റെ ഏറ്റവും ഹൈറ്റ് ഭാഗത്തേക്ക് നടന്നാൽ കയറാൻ പറ്റൂല. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ വരാതിരിക്കില്ല. അതുകൊണ്ട് ആരെങ്കിലുമൊക്കെ പിടിച്ച് തിന്നേണ്ടിയൊക്കെ വരും. വെറുതെ ഇരിക്കേണ്ടിയൊന്നും വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോൾ 2 കർണോട്ടോറസ് ആടെ വേറെ ഉണ്ട്. വാടാ, യുദ്ധത്തിനുണ്ടേ വാ, തോപ്പിക്കാനുണ്ടേ വാടാ. എനിക്ക് നിങ്ങളെ ഒറ്റൊന്നിനെയും പേടിയില്ലാത്തതാ. വരുന്നുണ്ട്. വാ കൂത്തടാ. ധൈര്യമുണ്ട്, ഒരൊറ്റ കടിക്കേ നീ ഉള്ളൂ കേട്ടോ. കർണോട്ടോറസ് ആണ് പോലും. നിന്റെ ടെറിട്ടറിയൊക്കെ ഇനി എൻ്റെ ടെറിട്ടറിയാണ്. കർണോട്ടോറസ് എന്നോട് കളിക്കാൻ ഞാൻ അയക്കില്ല. ഒടി മലത്തടി കൊല്ല്. അത്ര ഉള്ളൂ. വേറൊരുത്തനോട് ഉണ്ടല്ലോ അവിടെ. വാടാ, യുദ്ധത്തിനുണ്ടാ തോപ്പിക്കാൻ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. വാടാ, ടീറക്സുമായി ഫൈറ്റിനുണ്ടേ വാ. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കല്ലടാ നായിന്റെ പട്ടി മോനെ. ഓ, തിരിഞ്ഞ് ആക്രമിക്കാൻ തിരിഞ്ഞ് വന്നാ പിന്നെ എന്നെ ഇവിടെ വെച്ചേക്കല്ലേ ഞാൻ.
നീ ഇങ്ങനെ ഇവിടെ വായുന്നെന്ന് എനിക്ക് കാണാനല്ലോ. ഓ അതിൻ്റെ ഇടയിൽ കൂടെ FPS. അടി 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 അടി. അതാണ് ക്ഷത്രിയന്മാരെന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചരടാ. അത്ര ഉള്ളു. അയ്യോ, ലെറ്റ് മീ കുക്ക്ഡ്. അങ്ങനെ കുക്ക് ചെയ്ത് ഞാൻ എന്തായാലും മൊബൈൽ ഫോണിലാണ് ഇത് കളിക്കുന്നത് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരോടും കൂടെ പറഞ്ഞതാണ്, മൊബൈൽ ഫോണിലാണ് ഞാൻ ഈ ഗെയിം കളിക്കുന്നത്. സോ എൻ്റെ ടെറിട്ടറിയിൽ ആരെയും കയറിക്കോന്നൊക്കെ നമ്മൾ വാച്ച് ചെയ്യണമല്ലോ. അതാണല്ലോ നമ്മുടെ ഡ്യൂട്ടി. അപ്പം നമ്മുടെ ടെറിട്ടറിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഇവിടെ താൽക്കാലികമായിട്ട് ആരെയും അങ്ങനെയൊന്നും കാണുന്നൊന്നുമില്ല. അതുകൊണ്ട് ഫൈറ്റ് എടുക്കേണ്ട ആവശ്യം വരില്ലാന്ന് തോന്നുന്നു. എന്തായാലും ഈ എപ്പിസോഡ് ഫുള്ള് ഫൈറ്റായിരുന്നു, നിങ്ങൾ കണ്ടതാണല്ലോ. വെറും അടി പൊടി. എന്തായാലും ടീറക്സ് ആയിട്ട് വരാൻ ഞാൻ തീരും പ്രതീക്ഷിച്ചില്ല. പക്ഷെ പെട്ടെന്നായിരുന്നു എല്ലാം സംഭവിച്ചത്. ആ കഥ ഞാൻ പറയണോ? അതാണ്, അത് ഓന് പോലും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് ഞാനങ്ങനെ കൃത്യമായി വെളിപ്പെടുത്തുന്നില്ല. സോ അവിടെ ആരെങ്കിലും ഉണ്ടോ? വെറുതെ ഇങ്ങനെ കുത്തിരുന്ന് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കണം. ടീറക്സ് അല്ലേ, കാട്ടിലെ രാജാവല്ലേ. എനിക്ക് ഈ ടീറക്സ് ആയി കഴിഞ്ഞതിന് ഒരു ഫീല് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, കാട്ടിലെ രാജാവായാൽ മാത്രം പോരാലോ, നമ്മൾ ഭരിക്കുന്നതിന് നമ്മുടേതായ ഒരു ഇത് വേണ്ടേ. അതുകൊണ്ട് ഈ പച്ചക്കറി തിന്നുന്ന, അതായത് വെജിറ്റേറിയൻ ആയിട്ടുള്ള ദിനോസേഴ്സിനൊന്നും കൊല്ലാൻ എനിക്ക് ടീറക്സ് ആയിട്ട് വലിയ താല്പര്യമില്ല. ഈ കാർണോടോറസ് പോലത്തെ ഇങ്ങനത്തെ അപകടകാരികളായ കുറേ ദിനോസേഴ്സ് ഉണ്ട്, അവറ്റകളെ കൊല്ലാനാണ് പ്ലാൻ. ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ പൊളിയാണ്. അത് ഒരു ഫോണിൽ കളിക്കാനുള്ള ഒരു എന്താ പറയുക, എല്ലാ സെറ്റപ്പും ഉണ്ട്. അയ്യോ, അവിടെ ആരാണ്ടാണ്ട വന്നിക്കെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വാച്ച് ചെയ്യണം. ചില ആൾക്കാരവിടെ എവിടെയെങ്കിലൊക്കെ കാണാൻ സാധിക്കും. യുദ്ധത്തിന് പോവല്ലേ. ഒരുത്തം വരുന്നുണ്ട് നമ്മുടെ ടെറിട്ടറിയിലേക്ക്. മോനെ, ഇങ്ങോട്ടധികം കടന്നു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ എല്ലും തോലും ഉണ്ടാവൂലേ. വെള്ളത്തിൽ കിടന്ന് അലർന്ന. ആഹാ, നീ അതിനും മാത്രം വളർന്നിട്ടില്ല മോനെ. ഇവിടെ ഞാനുള്ളപ്പം വേറെ ആര്? വാടാ, മുട്ടാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ. ടീറക്സിനോട് മുട്ടാൻ വന്നിരിക്കുന്നത്. എന്തിയേ, മുട്ടാനുണ്ടാ? വാടാ. നീ എൻ്റെ ടെറിട്ടറിയിലെറ്റാൻ കാല് കുത്തിക്കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യം ഞാൻ തീരുമാനിക്കേ. തൽക്കാലം നിന്നെ ഞാൻ വെറുതെ വിടുന്നു. എൻ്റെ ടെറിട്ടറി കാല് കുത്തിയാൽ പിന്നെ നിന്നെ ഞാൻ വെറുതെ വിടൂല. ഇതാണ് ടെറിട്ടറി. ഇതിൻ്റെ അപ്പുറത്തോട്ട് ഓൻ്റെ ടെറിട്ടറി. ഇതിൻ്റെ ഇപ്പുറത്തോൻ കാല് കുത്തിയാൽ പിന്നെ ഓനെ വെച്ചേക്കൂല. നമ്മളോടെ കളി. ഓനുമായിട്ടൊരു ഫൈറ്റും കൂടെ എടുക്കാം, അവസാനമല്ലേ. ഓനെന്തായാലും നമ്മുടെ ടെറിട്ടറിയിലേക്ക് വരുമോ? കിട്ടുന്ന ആരെയാണ്? വേറൊരു ടീറക്സ് എവിടുന്നോ കരയുന്നുണ്ട്. അതൊന്നും നമുക്ക് വിഷയമല്ല. എന്താടാ, പിടിച്ച് കൊല്ലാൻ താല്പര്യമുണ്ടോ? മുട്ടി നോക്കുന്നോ? ടീറക്സുമായിട്ടൊന്ന് മുട്ടി നോക്കുന്നോ? അങ്ങോട്ടാ. നീ അപ്പുറത്തെറ്റാൻ കാല് കുത്തിയാ മോനെ നിൻ്റെ കാര്യം ഞാൻ. ഇതിപ്പോൾ എൻ്റെ ടെറിട്ടറിയാ. എൻ്റെ ടെറിട്ടറി കയറി ഫുഡ് അടിക്കാൻ നിന്നോട് ആര് പറഞ്ഞു? നിന്നോട് ആര് പറഞ്ഞു എൻ്റെ ടെറിട്ടറി കയറിയിട്ട് ഫുഡ് എടുക്കാൻ? ഞാൻ പറഞ്ഞീനോ? ഞാൻ അനുവാദം തന്നീനോ? ഇല്ല. അപ്പം കയറി എടുക്കാൻ നിൽക്കരുത് കേട്ടോ. നമുക്കിതെന്താ പേടി? നമ്മുടെ നിഘണ്ടുവിലെ ഇല്ലാത്ത സാധനമാണ് പേടി.
ഇന്ന് ഫുൾ അടിപിടി കച്ചറ കേസായിരുന്നു. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ടീറക്സുമായി നമ്മൾ വീണ്ടും വരും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ വീഡിയോന് ഹൈപ്പ് തരിക. ഇത്രയൊക്കെ തന്നെ. അപ്പം ഉണ്ണി പോകുന്നു. ബൈ. മതിയടാ, നിന്റെ ഈ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട, അവിടെ മതി. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം.